പണ്ട് ഒരു ഗ്രാമത്തിൽ ശംഭു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ കൂടെ ആയിരുന്നു അയാൾ താമസിച്ചിരുന്നത്. അയാൾ നല്ല അധ്വാനശീലമുള്ള ആളായിരുന്നു, നല്ല ബുദ്ധിമാനുമാണ്. അദ്ദേഹം മറ്റുള്ളവരുടെ പാടത്തും പറമ്പത്തും ജോലിയെടുത്താണ് ജീവിച്ചിരുന്നത്. ജോലി ഒന്നും ഇല്ലാത്ത സമയത്തും ശംഭു കാട്ടിൽ പോകുമായിരുന്നു. കാട്ടിൽ പോയി വിറക് ശേഖരിക്കും. അതുപോലെ തന്നെ കാട്ടിൽ നിന്ന് കിട്ടുന്ന മാങ്ങയും തേങ്ങയും ചക്കയുമൊക്കെ അയാൾ ശേഖരിക്കുമായിരുന്നു. കാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സൈക്കിളിൽ വെച്ച് അവിടെ നടക്കുന്ന നാട്ടുചന്തയിൽ കൊണ്ടുപോയി വിൽക്കാറാണ് പതിവ്. വരൂ എല്ലാവരും വരൂ, എൻ്റെ അടുത്ത് നല്ല മാമ്പഴമുണ്ട്, നല്ല ചക്കയുണ്ട്, നല്ല വിറകുണ്ട്, ഉണങ്ങിയ വിറകുണ്ട്, എല്ലാവരും വന്ന് മേടിച്ചോളൂ. ഇത് കേട്ടിട്ടാണ് രഘുവേട്ടൻ അതുമായി ചന്തയിലേക്ക് വന്നത്. അദ്ദേഹം ശംഭുവിൻ്റെ അടുത്ത് വന്നിട്ട് വിറകിന് വില ചോദിക്കുകയാണ്. എടാ ശംഭു, വിറകിൻ്റെ വില എത്രയാണ്? അപ്പോൾ ശംഭു പറയുന്നു, കെട്ടിന് 50 രൂപയേ ഉള്ളൂ രഘുവേട്ടാ, കൊണ്ടുപോയിക്കോളൂ, ഇതിലും വില കുറച്ച് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല. അപ്പോൾ രഘുവേട്ടൻ പറയുന്നു, എന്നാൽ ശരി, ഒരു കെട്ട് എനിക്ക് എടുത്തോ, എൻ്റെ വീട്ടിൽ വിറകില്ലാഞ്ഞിട്ട് 4-5 ദിവസമായി, ഞങ്ങൾ ഭക്ഷണം പോലും വെച്ചിട്ടില്ല, എന്ത് ചെയ്യാനാ, കാട്ടിൽ പോകാനൊന്നും ഇപ്പം എനിക്ക് സമയമില്ല. എന്നാ ആയിക്കോട്ടെ രഘുവേട്ടാ, ഇതാ വിറക് നിങ്ങളെടുത്തോളൂ. എന്നാൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ശംഭുവിന് 2 നേരത്തെ ഭക്ഷണത്തിന് ഈ കാശൊന്നും തികയില്ലായിരുന്നു. എനിക്ക് എവിടുന്നെങ്കിലും കുറച്ച് പണം കിട്ടിയിരുന്നെങ്കിൽ ഞാനും നല്ല രീതിയിൽ കച്ചവടമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കാശൊക്കെ ഉണ്ടാക്കി സുഖമായി ജീവിക്കുമായിരുന്നു എന്ന് ശംഭു എപ്പോഴും ചിന്തിക്കുമായിരുന്നു. ഇവിടെ ശംഭുവിൻ്റെ മുത്തച്ഛനാണെങ്കിൽ പ്രായം കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഇരിക്കെ ശംഭുവിൻ്റെ മുത്തച്ഛൻ ഒരു ദിവസം ശംഭുവിനെ വിളിച്ചിട്ട് പറയുന്നു, ശംഭു മോനെ, നീ എവിടെയാ? നീ ഇങ്ങോട്ടൊന്ന് വാ, എൻ്റെ മുറിയിലോട്ടൊന്ന് വാ. ആ വിളി കേട്ട ശംഭു തൻ്റെ മുത്തച്ഛൻ്റെ അരികിൽ വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, എന്തിനാ മുത്തച്ഛ എന്നെ ഇപ്പോൾ വിളിച്ചത്? അപ്പോൾ മുത്തച്ഛൻ പറയുന്നു, എടാ ശംഭു മോനെ, എനിക്ക് പ്രായം കൂടിക്കൂടി വരികയാണ്, ഇനി എത്ര നാൾ ഞാൻ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതെനിക്ക് എൻ്റെ മുത്തശ്ശൻ തന്ന ഒരു പുരാവസ്തുവാണ്, ഇതെന്താണെന്നും എനിക്കറിയില്ല, നിനക്കെന്തെങ്കിലും ഉപയോഗപ്പെടുമോ എന്ന് നീ നോക്ക്. ആ പുരാവസ്തുവിനെ കണ്ടിട്ട് ശംഭുവിന് അതൊരു മാണിക്യത്തെ പോലെയാണ് കണ്ടത്. ശംഭു ഉള്ളിൽ തന്നെ സന്തോഷവാനായി. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഇന്ന് ശംഭുവിൻ്റെ കൂടെ അവൻ്റെ മുത്തശ്ശനില്ല, മുത്തശ്ശൻ മരിച്ചിരിക്കുന്നു. അപ്പോഴാണ് അവന് മുത്തശ്ശൻ തന്ന ആ പുരാവസ്തുവിനെ ഓർത്തത്. അങ്ങനെ ശംഭു അണ്ണൻ ഉറക്കത്തിലും സ്വപ്നം കാണാൻ തുടങ്ങി. ആ പുരാവസ്തു വിറ്റിട്ട് വേണം അവന് നല്ല കാശുണ്ടാക്കി സുഖമായി ജീവിക്കാൻ എന്ന് കരുതി. അങ്ങനെ ആ പുരാവസ്തു വിൽക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു സേട്ടുവിൻ്റെ അടുത്ത് പോയി അവനതിനെ കാണിച്ചു കൊടുത്തു. സേട്ടു, ഇതാ നോക്കൂ, ഇത് എൻ്റെ മുത്തച്ഛൻ എനിക്ക് തന്നതാണ്, ഇതിന് എത്ര വില വരുമെന്ന് പറയാം, എന്നിട്ട് എനിക്ക് ആ കാശ് ഇങ്ങോട്ട് താ. എന്നാൽ സേട്ടു ആട്ടെ അതിനെ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറഞ്ഞു, ഇത് വജ്രമോ വൈഡൂര്യമോ ഒന്നുമല്ല, ഇത് വെറും ഒരു ചില്ല് മാത്രമാണ്, അതുകൊണ്ട് ഇതിന് കാശൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ശംഭു ആകെ നിരാശനായി. അങ്ങനെ അവൻ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ ശംഭുവിന് തോൽക്കാൻ മനസ്സില്ലായിരുന്നു. അവനിതെങ്ങനെയും വിൽക്കണമെന്ന് കരുതി. അടുത്ത ദിവസം തന്നെ നഗരത്തിലുള്ള വലിയ വജ്രവ്യാപാരിയുടെ അടുത്ത് കൊണ്ടുപോകണമെന്ന് കരുതി സുഖമായി കിടന്നുറങ്ങി. അതിരാവിലെ തന്നെ ശംഭു
മുത്തശ്ശൻ കൊടുത്ത ആ പുരാവസ്തു എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. നഗരം ഗ്രാമത്തിൽ നിന്നും വളരെ ദൂരെ ഉള്ളതിനാൽ അവൻ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണവും ഉണ്ടാക്കി. നഗരത്തിലെ വലിയ സേട്ടുവായിരുന്നു മദൻലാൽ. അവിടെ വലിയ വലിയ രാജാക്കന്മാർ, പണ്ഡിതന്മാർ, വലിയ കച്ചവടക്കാരായിരുന്നു വന്നിരുന്നത്. അങ്ങനെ ശംഭു കുറേ നടന്നതിന് ശേഷം ആ നഗരം കണ്ടെത്തി. അങ്ങനെ ശംഭു ആ നഗരമൊക്കെ വീക്ഷിച്ച് മദൻലാൽ സേട്ടുവിൻ്റെ അടുത്തെത്തി. സേട്ടു, ഇതെനിക്ക് എൻ്റെ മുത്തച്ഛൻ തന്നതാണ്. ഇതൊരു പുരാവസ്തുവാണ്. ഇതിന് എത്ര വില കിട്ടുമെന്ന് പറയൂ, എന്നിട്ട് എനിക്കതിൻ്റെ കാശ് തായോ. മദൻലാൽ സേട്ടു ആ പുരാവസ്തുവിനെ തിരിച്ചും മറിച്ചും കുറേ നേരം നോക്കിയതിന് ശേഷം, ഇത് ശരിക്കലും ഒരു പുരാവസ്തുവായ കല്ല് തന്നെയാണ്. ഞാനിതിന് നിങ്ങൾക്കൊരു 20,000 രൂപ തരാം. ഇത് കേട്ടപ്പോൾ ശംഭുവിന് വളരെയധികം സന്തോഷമായി. കാരണം നാട്ടിലെ സേട്ടു അവന് ഇതിനൊന്നും കിട്ടില്ല എന്ന് പറയുകയും അവൻ ശംഭുവിനെ പറ്റിക്കാൻ നോക്കുകയും ചെയ്തിരുന്നു. ശംഭു ആ കരാർ ഉറപ്പിക്കുകയും മദൻലാൽ സേട്ടു ശംഭുവിന് ആ പൈസ കൊടുക്കുകയും ചെയ്തു. കിട്ടിയ കാശുകൊണ്ട് ശംഭു നല്ലൊരു പലചരക്ക് കട തുടങ്ങുകയും ബാക്കിയുള്ള ദിവസങ്ങൾ സുഖമായി ജീവിക്കുകയും ചെയ്തു.